ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ കളം മാറ്റങ്ങൾക്കും രാഷ്ട്രീയ അട്ടിമറികൾക്കുമാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരണം തുടങ്ങിയ മൂന്നാം മോദി സർക്കാർ തന്ത്രപരമായ കരുനീക്കങ്ങളിലൂടെ സ്വന്തം നില ഭദ്രമാക്കുക മാത്രമല്ല, പ്രതിപക്ഷ നിരയെ നിഷ്പ്രഭമാക്കി 2/3 ഭൂരിപക്ഷമെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കുതിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പിളർത്തി 19 എംപിമാരെ സ്വന്തം പാളയത്തിലെത്തിച്ച BJP തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെയും ലക്ഷ്യമിടുന്നതോടെ പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ തകർച്ചയുടെ വക്കിലാണ്. ലോക്സഭയിൽ ഉടൻ തന്നെ BJPക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നും NDA മുന്നണിക്ക് കടുത്ത ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കൈവരുമെന്നുമാണ് നിലവിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് പശ്ചിമ ബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ 19 വിമത എംപിമാരെ NDA പാളയത്തിലെത്തിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തന്ത്രങ്ങൾ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ 9 ലോക്സഭാ എംപിമാരിൽ 6 പേരെ കൂറുമാറ്റി ഏക്നാഥ് ഷിൻഡെയുടെ ഔദ്യോഗിക ശിവസേനയിലെത്തിക്കാനാണ് അണിയറ നീക്കം. പാർട്ടി പിളരുമെന്ന ഭീതിയെ തുടർന്ന് ഉദ്ധവ് താക്കറെ അടിയന്തര എംപിമാരുടെ യോഗം തന്റെ വസതിയായ മാതോശ്രീയിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും കളമാറ്റത്തിന് ആക്കം കൂട്ടിയിട്ടേയുള്ളൂ എന്നാണ് സൂചനകൾ. നിലവിലെ ലോക്സഭയിലെ കക്ഷിനില പരിശോധിച്ചാൽ BJPയുടെ കുതിപ്പ് വ്യക്തമാകും. NDAയുടെ പ്രാരംഭ ബലം 293 എംപിമാരായിരുന്നു. തൃണമൂൽ വിമതരുടെ വരവോടെ ഇത് 312 ഉയർന്നു. ഉദ്ധവ് വിഭാഗത്തിലെ 6 പേർ കൂടി എത്തിയാൽ ഇത് 318 ആകും. സ്വതന്ത്രരും ചെറുപാർട്ടി എംപിമാരും അടക്കം 12 പേരുടെ തന്ത്രപരമായ പിന്തുണ കൂടി ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ഭരണപക്ഷത്തിന്റെ അംഗബലം 330 കടക്കും. ഇതിനു പുറമെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് പാർട്ടി വിജയിന്റെ പാർട്ടിയായി തമിഴക വെട്രിക്കഴകവുമായി സഖ്യമുണ്ടാക്കാൻ നീക്കം നടത്തിയതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ സഖ്യം വിട്ട DMKയും കളമാറുകയാണ്. ലോക്സഭയിൽ 22 എംപിമാരുള്ള DMK കേന്ദ്ര സർക്കാരിന് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകാൻ തയ്യാറായാൽ ലോക്സഭയിൽ NDA പക്ഷത്തെ അനുകൂലിക്കുന്നവരുടെ എണ്ണം ഒറ്റയടിക്ക് 352 ഉയരും. സഭയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പ്രതിപക്ഷ നിരയിലെ ചില അംഗങ്ങൾ കൂടി വിട്ടുനിൽക്കുക കൂടി ചെയ്താൽ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 2/3 ഭൂരിപക്ഷം എന്ന 360 എന്ന ലക്ഷ്യം BJPക്ക് സുഗമമായി മറികടക്കാൻ സാധിക്കും. വിമത എംപിമാർ ഔദ്യോഗികമായി BJPയിൽ ചേരുന്നതോടെ പാർട്ടിക്ക് സ്വന്തം നിലയിലും കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും. ലോക്സഭയിലെ ഈ മുന്നേറ്റത്തിന് സമാനമായി രാജ്യസഭയിലും BJP തങ്ങളുടെ നില ഭദ്രമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതോടെ ഉപരിസഭയിൽ BJPയുടെ സ്വന്തം അംഗബലം 113 ഉയർന്നിരുന്നു. സഖ്യകക്ഷികളും സ്വതന്ത്രരും ചേരുമ്പോൾ രാജ്യസഭയിൽ NDAയ്ക്ക് 148 പേരുടെ ശക്തമായ പിന്തുണയുണ്ട്. സാധാരണ ബില്ലുകൾ പാസാക്കാൻ വേണ്ട 123 എന്ന കേവല ഭൂരിപക്ഷത്തേക്കാൾ വളരെ മുകളിലാണിത്. DMKയുടെ 8 രാജ്യസഭാ എംപിമാരുടെയും തൃണമൂലിന്റെ ചില അംഗങ്ങളുടെയും പിന്തുണ കൂടി ലഭിക്കുന്നതോടെ രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷത്തിലേക്ക് ഭരണപക്ഷമെത്തും. വരാനിരിക്കുന്ന പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഫെഡറൽ സംവിധാനങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന നിർണായക നിയമനിർമ്മാണങ്ങൾക്കാണ് BJP ഒരുങ്ങുന്നത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലുടനീളം നിയമസഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. ജനസംഖ്യ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാനുള്ള നീക്കം വരുന്നുണ്ട്. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാനും ദക്ഷിണേന്ത്യക്ക് സീറ്റുകൾ കുറയാനും കാരണമാകുമെന്നതിനാൽ ദക്ഷിണേന്ത്യൻ പാർട്ടികളും വലിയ ആശങ്കയിലാണ്. വനിതാ സംവരണ ഭേദഗതി ബിൽ നടപ്പാക്കൽ വേഗത്തിലാക്കാനുള്ള അടിയന്തര ഭേദഗതികളും കൊണ്ടുവരും. പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഭിന്നിപ്പിച്ചുമാണ് BJP ഭൂരിപക്ഷം ഒപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും തങ്ങളുടെ കയ്യിലിരുന്ന എംപിമാരെ ചോർന്നു പോകാതെ കാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.